പല്ലിയും സന്യാസിയും. പല്ലിയും സന്യാസിയും. ഒരു ഗ്രാമത്തിൽ വളഞ്ഞ ബുദ്ധിക്കാരനായ ഒരു സന്യാസി ഉണ്ടായിരുന്നു. സന്യാസിമാർ പൊതുവെ ദൈവഭയമുള്ള ഭക്തരാണെങ്കിലും ഇയാൾ എതിർ സ്വഭാവക്കാരനായിരുന്നു. എളിമയും ഭയവുമില്ലാത്ത സൂത്രശാലിയായ ഒരു സ്വാർത്ഥൻ. തൻ്റെ കുടിലിൽ എത്തുന്നവരെ ഇയാൾ ആട്ടിപ്പായിക്കുമായിരുന്നു. ആൾക്കാർക്ക് അയാളെ ഇഷ്ടമായിരുന്നില്ലെങ്കിലും ശപിക്കുമെന്നോർത്ത് എല്ലാവരും ഭയന്നു പോന്നു. അപാരമായ സിദ്ധികൾ ഉള്ളതിനാൽ അയാൾ മഹാ അഹങ്കാരിയായിരുന്നു. ഒരു ദിവസം അടുത്തുള്ള ഒരു മരത്തിൽ നിന്നും ഒരു പല്ലി ഇയാളുടെ കട്ടിലിലേക്ക് വീഴുവാനിടയായി. കോപാകുലനായ സന്യാസി പല്ലിയുടെ നേരെ അലറി, "ഇറങ്ങിപ്പോടാ, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ നിന്നെ ശപിക്കും." പല്ലി ജീവനും കൊണ്ടോടി രക്ഷപ്പെട്ടു. അധിക ദിവസങ്ങൾ കഴിയുന്നതിന് മുൻപ് അതേ പല്ലി വീണ്ടും അറിയാതെ താഴേക്ക് വീണു. സ്വാമിക്ക് കോപം അടക്കാനായില്ല. ഒരു വലിയ കല്ലെടുത്ത് അയാൾ പല്ലിയുടെ നേർക്കെറിഞ്ഞു. ധൃതിയിൽ പല്ലി ഓടി രക്ഷപ്പെട്ടു. എന്നാൽ സന്യാസിയുടെ ദൗർഭാഗ്യം അവിടെ തുടങ്ങി. പല്ലിയിൽ കൊള്ളാതെ തിരിച്ചു വന്ന കല്ല് സന്യാസിയുടെ നെറ്റിയിൽ പതിച്ചു. നിലം പതിച്ച അയാളുടെ നെറ്റിയിൽ നിന്നും രക്തമൊഴുകുവാൻ തുടങ്ങി. അയാൾ ചിന്തിച്ചു, "ഞാൻ കുറച്ചുകൂടി അലിവ് കാട്ടിയിരുന്നുവെങ്കിൽ എനിക്കിങ്ങനെ വരികയില്ലായിരുന്നല്ലോ ദൈവമേ." ഗുണപാഠം: ദയയാണ് സദ്ഗുണം.